നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ലഭിക്കാൻ, നമ്മുടെ വീട്ടിൽ സന്തോഷം ലഭിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ വല്ലാത്ത വിഷമമാണ് കുടുംബജീവിതത്തിൽ നടന്നു പോകുന്നത്. മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ കൂടപ്പിറപ്പുകളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ അയൽവാസികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്. ജീവിതത്തിൽ സന്തോഷമില്ല ഉസ്താദേ, എല്ലാം ഇരുളടഞ്ഞ മേഖലകളാണ് ഉസ്താദേ. എന്റെ ഇരുൾ മാറി പ്രകാശം വരാൻ, എന്റെ വിഷമങ്ങൾ നീങ്ങി സന്തോഷങ്ങളിൽ നിന്നും കടന്നു വരാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിക്കുന്നവരോട്, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ഇന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഈ സ്വലാത്ത് ഈ പറയാൻ പോകുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മിലേക്ക് കൈവരിക്കാൻ കഴിയും. ധാരാളം സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായിട്ട് നമ്മിലേക്ക് തരുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലല്ലാഹ്. അമ്മാ ബഅദ്. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവരുടെയും വിശേഷം സുഖമാണ് എന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ 8ാമത്തെ ദിവസത്തിലാണ് ഞാൻ നിങ്ങളും നിലകൊള്ളുന്നത്. പുണ്യ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുഅ്മിനാത്തുകളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ പ്രതികൂല സാക്ഷിത്വത്തിൽ നിന്ന് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ധാരാളം ഇബാദത്തുകൾ ഈ പുണ്യമാക്കപ്പെട്ട റമളാനിൽ ചെയ്തു കൂട്ടാനുള്ള സൗഭാഗ്യം പടച്ചതമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? വിഷമിച്ച് ഇരുളടഞ്ഞ ഒരു ജീവിതത്തിലേക്ക് തള്ളപ്പെട്ടവരായിട്ട് കഴിയാൻ വേണ്ടിയാണോ ഈ ദുനിയാവിൽ ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു മുഅ്മിനത്തായ സ്ത്രീ ജീവിക്കേണ്ടത്? ഒരിക്കലുമല്ല. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും ജീവിതം നയിക്കുന്നവരായിട്ട് മാറാനാണ് മുഅ്മിനത്തായ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർ ജീവിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് പലർക്കും ബുദ്ധിമുട്ടുകളാണ്, വിഷമങ്ങളാണ്, വേദനകളാണ്, വ്യസനങ്ങളാണ്. കുടുംബത്തിൽ, വീട്ടിൽ സന്തോഷമല്ല ഉസ്താദേ. ഭർത്താവ് കയറി വന്നിട്ട് വല്ലാതെ ഉപദ്രവിക്കുകയാണ്. ഭർത്താവിന്റെ പ്രഹരങ്ങൾ എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. മക്കളുടെ ബുദ്ധിമുട്ടിക്കൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ രൂപത്തിൽ വിഷമങ്ങൾ അറിയിക്കുന്നവർ ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ വീടുകളിലുള്ള വിഷമങ്ങൾ നമുക്കറിയാമല്ലോ. വ്യത്യസ്ത തരത്തിലുള്ള നീറുന്ന നൂറ് നൊമ്പരങ്ങൾ ഉള്ളിൽ പേറി നടക്കുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും ഇല്ലായ്മ ചെയ്തു തന്ന് സന്തോഷിപ്പിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ ഒരു സ്വലാത്ത് അത് ഈ സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുമെന്നുള്ളതാണ്. ഏതാണ് ആ സ്വലാത്ത് എന്ന് ആദ്യം നമുക്ക് പഠിക്കാം. നൂറ് ഉൾപ്പെടുന്ന സ്വലാത്താണ്. നൂറ് എന്ന് പറഞ്ഞ എന്താ? പ്രകാശം. ഒരുപാട് സ്വലാത്തുകൾ നൂറിന്റെ പേരിലുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വഅഹ്ലി എന്ന് പറഞ്ഞ ചെറിയൊരു സ്വലാത്ത് ഉണ്ട്. ആ സ്വലാത്ത് ചൊല്ലിയ വേറൊരു പ്രതിഫലം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് അതല്ല, അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ള ഒരു സ്വലാത്താണ്. എന്നാലും ഈ സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ ഒരു ദിവസത്തിൽ എത്രത്തോളം അധികരിപ്പിച്ചുകൊണ്ട് ചൊല്ലാൻ കഴിയോ അത്രത്തോളം ചൊല്ലുക. ഈ സ്വലാത്തിന് ഈ പറയാൻ പോകുന്ന വീഡിയോയിൽ എണ്ണമില്ല പ്രിയപ്പെട്ടവരെ. എത്ര എണ്ണമാണെന്ന് പറയുന്നില്ല, പക്ഷേ എത്ര എണ്ണമാണെങ്കിലും നമ്മുടെ വിഷമം മനസ്സിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് ഓതിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും. അതാണ് ഇതിന്റെ പ്രത്യേകത. പ്രകാശത്തിന്റെ സ്വലാത്താണ്, നൂറിന്റെ സ്വലാത്താണ്. അതായത് ഇരുളടഞ്ഞ മേഖലകൾ ഏതൊക്കെയുണ്ടോ അവിടെ പ്രകാശം വന്നു ചേരും. നമ്മുടെ വീട്ടിലാണ് ഇരുളടഞ്ഞതെങ്കിൽ ആ ഇരുൾ മാറി പ്രകാശം കടന്നു വരും. അതായത് സങ്കടം മാറി സന്തോഷം കടന്നു വരും. നമ്മുടെ ഹൃദയത്തിലാണ് പ്രകാശമില്ലാത്ത അവസ്ഥ, ഇരുള് ഉള്ള അവസ്ഥയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു പ്രകാശം തരും. യാ അല്ലാഹ്, ഈമാൻ തരുമെന്നർത്ഥം. പ്രകാശം എന്ന് പറഞ്ഞാൽ ഈമാൻ. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ അങ്ങനെ, ഭർത്താവിന്റെ ഹൃദയത്തിലാണെങ്കിൽ അങ്ങനെ, മക്കളിലാണെങ്കിൽ അങ്ങനെ. മക്കളുടെ സ്വഭാവം ഇരുളടഞ്ഞ സ്വഭാവമാണ്. ആ സ്വഭാവം മാറിയിട്ട് പ്രകാശത്തിന്റെ സ്വഭാവം വേണമെന്ന് കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന ഉമ്മമാർക്ക് പഠിച്ചോ ഈ പറയാൻ പോകുന്ന സ്വലാത്ത് അതിന് ഉപകാരമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ
وسج الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. ഒന്നുകൂടെ ചൊല്ലിക്കേ. اللهم صل على نور الأنوار وسج الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. മുഴുവൻ ഇരുളടഞ്ഞ മേഖലകളിലും സന്തോഷവും പ്രകാശവും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പ്രിയപ്പെട്ടവരെ എപ്പോഴും ചിന്തിക്കാനുള്ളത്, നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരാൻ നോക്കുക. ഫിത്ന, ഫസാദ്, പരദൂഷണം, മേഷണി, കുശുമ്പ്, കുന്നായ്മ, അസൂയ പോലുള്ള എല്ലാ ഷറുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ഒരു പരിശ്രമം നടത്തുക പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിനെ നമ്മെ ഇഷ്ടപ്പെടണ്ടേ, എങ്കിലല്ലേ നമ്മുടെ ജീവിതത്തിലുള്ള വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും അള്ളാഹു തആല മാറ്റിത്തരുള്ളൂ. സന്തോഷം വേണോ, സങ്കടം മാറണോ, നമ്മൾ അങ്ങനെ ചെയ്യണം. ആദ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന്, ജീവിതങ്ങളിൽ നിന്ന് പാടെ എടുത്തു മാറ്റുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമ്പോഴാണ്. അങ്ങനെ എടുത്തു മാറ്റിയാലല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് ആദ്യമായിട്ടൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അള്ളാഹു അങ്ങനെ എടുത്തു മാറ്റുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ റമളാൻ മാസമല്ലേ, നമ്മുടെ സ്വഭാവത്തെ സംസ്കരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാസമാണ് റമളാൻ. ഈ റമളാൻ മാസം വന്നിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ നന്നാവില്ലല്ലോ. വേറെ ഏത് മാസം ആ ഒരു മനുഷ്യന് സ്വഭാവം കൊണ്ടും ദീൻ കൊണ്ടും ഇൽമു കൊണ്ടും അറിവ് കൊണ്ടും അമല് കൊണ്ടുമെല്ലാം നന്നാവാൻ കഴിയുന്ന മറ്റൊരു മാസം റമളാൻ പോലെ ഏതാ ഉള്ളത്? നമ്മൾ ചിന്തിക്കണം. ഈ റമളാൻ മാസം കടന്നു വന്നിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ അഴുക്ക സ്വഭാവങ്ങളും മോശത്തരങ്ങളും എല്ലാം മാറ്റിവെച്ച് ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ വിഷമങ്ങളും വേദനകളും അറിയിക്കുന്നത്. അല്ലാഹുവോട് വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും ദുഃഖങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ടിട്ട് സന്തോഷിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.